വീട്ടിൽ വന്ന ആളെ ആക്ഷേപിക്കുന്നതല്ല. നന്ദന്റെ പരിചയക്കാരനാണെങ്കിൽ ഈ വീടിന്റെ അവസ്ഥ നിങ്ങൾക്കും അറിയാമായിരിക്കും. വാർത്തകളൊക്കെ കേട്ട് എല്ലാ കാര്യങ്ങളും കഥകളും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒരു പെണ്ണ് കാരണം, ദേവിക കാരണം സകല സമാധാനവും നഷ്ടപ്പെട്ടു നിൽക്കുക ഈ ചന്ദ്രോത്ത്. ഇവിടെ അപരിചിതര് കടന്നു വരുന്നത് എനിക്കിഷ്ടമല്ല. ആ പെണ്ണ് കാരണം ഇവിടെ നാട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കുക ഞങ്ങള്. അയ്യോ മാഡം, അങ്ങനെയൊന്നും പറയല്ലേ. അവളൊരു നല്ല കുട്ടിയല്ലേ? കണ്ടോ, ഇയാളുടെ മുൻപിലും അവൾക്കൊരു നല്ല ഇമേജ് ഉണ്ടാക്കി വച്ചിട്ടുണ്ടല്ലേ. അതൊരു നല്ല മനസ്സുള്ള മോളാണെന്നാ കേട്ടിട്ടുള്ളത്. കണ്ട എന്നെക്കാളും കേട്ട നിങ്ങൾക്കാണോ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത്? മാഡം, ആളുകളിൽ നല്ലത് നമുക്കല്പം താമസിച്ചേ മനസ്സിലാവൂ. ആ കുട്ടിയെ കുറിച്ച് താമസിച്ചാണെങ്കിലും മാഡം മനസ്സിലാക്കും. പിന്നെ ഇപ്പോ എന്നെ വഴക്ക് പറഞ്ഞാൽ എനിക്ക് ഒട്ടും വിഷമമില്ല, സത്യം. ഈ കുടുംബം വല്ലാത്ത വിഷമത്തിലാണെന്ന് എനിക്കറിയാം. എല്ലാവരും ദുഃഖിച്ചു നിൽക്കുക. ആ അവസ്ഥയിൽ വാക്കുകൾ അപ്പുറത്തിപ്പുറത്തൊക്കെ ആയിപ്പോവും. ആ കുട്ടി കാരണമാണ് ഈ വീടിന് നാശം വന്നെന്ന് മാഡം പറയുന്നു. അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ വീട്ടിൽ സന്തോഷം തിരിച്ചു വരുന്നത് ചിലപ്പോൾ ആ കുട്ടി കാരണമായിരിക്കും. ആ കുട്ടിയുടെ ഒരു നന്മ. മതി മതി, ദേവി മഹാത്മ്യം വർണ്ണിച്ചത്. അവളെക്കുറിച്ച് അത്രയ്ക്കറിയാമെങ്കിൽ ഏതോ ഒളിത്താവളത്തിൽ കഴിയുന്ന അവളെ കണ്ടുപിടിച്ചോണ്ട് വാ. ഒരു വീട് പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവൾ എവിടെയോ സുഖിച്ചിരിക്കുക. മാഡം, മാഡത്തിന്റെ വിഷമങ്ങൾ മാറും, തെറ്റിദ്ധാരണകളും മാറും. ഈ വീട്ടിൽ സന്തോഷം വീണ്ടും വരും. അത് കാണാനേ ഒരിക്കൽ കൂടി ഞാൻ വരും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.